സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ ടോക്കാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനസ്സും ശരീരവുമാണ് ഓരോ രോഗത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് പല രോഗങ്ങളെയും നമ്മെ പിടികൂടുന്നത്. ഇപ്പോൾ ഉദാഹരണം മാനസിക സമ്മർദ്ദം. വലിയ മാനസിക സമ്മർദ്ദമുണ്ടായാൽ അത് അസിഡിറ്റി ഫോം ചെയ്യുന്നു, കുടലിൽ അൾസർ ഉണ്ടാകുന്നു, വലിയ രോഗാവസ്ഥയിലേക്ക് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അമിത ടെൻഷൻ കൂടിക്കഴിഞ്ഞാലും ധാരാളം അസിഡിറ്റി ഫോം ചെയ്യുകയും കുടലിൻ്റെ ആമാശയ ഭിത്തികളിലൊക്കെ പൊള്ളൽ വീഴുകയും ഒക്കെ ചെയ്ത് കടുത്ത അൾസറിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുടകൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് തൈരിൽ ചേർത്തിടയ്ക്കൊന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഈ അറിവിനോടൊപ്പം തന്നെ ആ മരുന്നും കൂടെ പറഞ്ഞങ്ങ് പോകുമ്പോൾ ആ ഹോം റെമഡീസ്, വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സംശയങ്ങൾ, എല്ലാത്തിനും മരുന്നില്ല. സംശയ രോഗങ്ങൾ, ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ സംശയിക്കുക, ഒരു ഫോൺ വരുമ്പോൾ ആ മുറ്റത്ത് പോയി ഫോൺ ചെയ്യുമ്പോൾ അല്ലെ പുറമേ പോയി നിന്ന് ധാരാളം നേരം സംസാരിച്ചാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ സംശയങ്ങളിലേക്ക് പോകാം. സംശയങ്ങൾ മനസ്സിൽ രൂപപ്പെടുമ്പോൾ, അമിത ടെൻഷനും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കും. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ സംശയങ്ങൾ പരമാവധി ദൂരീകരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവണം. ചില തോന്നലുകളും അമിത വിശ്വാസവും. ചില തോന്നലുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, നാം ഒരു ദിവസം ഇന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞത് നാളെയായിപ്പോയി, നിർഭാഗ്യവശാൽ നാളെയായിപ്പോയി, അതൊരു സംശയത്തിൻ്റെ വിത്ത് വിതച്ചേക്കാം. അങ്ങനെയൊക്കെ വരുന്ന കാരണങ്ങൾ ഉണ്ടാകാം. പിന്നെ മറ്റൊന്ന് കൂടോത്രവും മന്ത്രവാദവും. ഈ കൂടോത്രവും മന്ത്രവാദവും എന്ന് പറയുന്നത് ചിലപ്പോൾ ചില വിജയ ലബ്ധിക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവൻ്റെ പരാജയത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മനഃശാസ്ത്ര വശങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാക്കിയേക്കാം. പിന്നെ ജന്മനക്ഷത്രങ്ങൾക്കായുള്ള വിശ്വാസം. ജന്മനക്ഷത്രങ്ങളിൽ വിശ്വാസം തോന്നുക. ജ്യോത്സ്യനോ പണിക്കരോ ആരെങ്കിലും ആ ജന്മനക്ഷത്രത്തിന് ഇങ്ങനെയൊക്കെ മോശമായ വശമുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ നാളും ഡേറ്റും കുറിച്ച് വെച്ച് അതിനെ ചൊല്ലി എപ്പോഴും നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്ന മാനസികാവസ്ഥ മാനസിക രോഗത്തിലേക്ക് നയിക്കും. അത് ഓർക്കുക, നാം എത്ര കാലം ജീവിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ല. അടുത്ത മണിക്കൂറുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നാം ഇല്ലാതായേക്കാം. അതാണ് ജീവിതം. അപ്പം അത് മുഴുവനും നക്ഷത്രത്തെ ആശ്രയിച്ചാകും, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണല്ലോ എന്ന് കരുതി നാം വളരെ ചിന്തയോടുകൂടി പോയി ആപത്തിലേക്ക് നീങ്ങുന്നത് തെറ്റാണ്. ധൈര്യമില്ലായ്മ. ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ധൈര്യക്കുറവുണ്ടാവുക. ചെയ്താൽ ശരിയാകുമോ എന്ന തോന്നലുകൾ. ഇങ്ങനെയുള്ള തോന്നലുകളും ഈ ആകുലതകളും വലിയ രോഗത്തെ വിളിച്ചു വരുത്തുന്നു. ഇപ്പം മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത് രോഗത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പിന്നെ സമൂഹ മധ്യേ സംസാരിക്കുവാനും ഇടപെടാനും പറ്റാത്ത അവസ്ഥ. ഒരു സമൂഹം, ഒരു കൂടിയ ആളുകളുടെ മുമ്പിൽ വെച്ച് നമുക്ക് നമ്മളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു മാനസികാവസ്ഥ, പേടി, ഒരു മാനസിക വിഷമം, ഒരു നമ്മളുടെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതൊക്കെ മാറാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു ബ്രീത്തിങ് എക്സർസൈസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഓരോ മൂക്ക് മാറി മാറി നന്നായിട്ട് ഓക്സിജൻ എടുത്ത് ഒന്നിൽ നിന്ന് കളയുക, ഇതിൽ നിന്ന് എടുത്ത് അതിൽ നിന്ന് കളയുക. അങ്ങനെ ഒരു ബ്രീത്തിങ് എക്സർസൈസിൽ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ആ മാനസിക സംഘർഷത്തെ നമുക്ക് ഒഴിവാക്കാനും ആ സമൂഹ മധ്യേ സംസാരിക്കാനുള്ള സ്ഥലകാല പ്രയാസങ്ങൾ, അഥവാ നമുക്ക്
10 ആളുള്ളിടത്തേക്ക് വേദിയിലേക്ക് കയറുമ്പോൾ നമ്മൾ വിറക്കാനും ടെൻഷൻ അടിക്കാനും തുടങ്ങുന്ന അവസ്ഥയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അതിന് കഴിയും. അതുപോലെ തന്നെ ആ, ആ, ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അവന് നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നു, അവന് നല്ല കഴിവുണ്ട്, പക്ഷെ നമ്മുടെ കുട്ടിക്ക് എന്തുകൊണ്ടില്ല? ആ ചിന്തയോട് കൂടി നമ്മൾ ഇരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ കുട്ടിയെ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്ന നല്ല ചിന്തകളാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും സംശയദൃഷ്ടി, എല്ലാത്തിനും സംശയദൃഷ്ടി രോഗത്തെ വിളിച്ചു വരുത്തും. എനിക്കെന്തോ പറ്റി, എനിക്ക് ക്യാൻസർ ആണോ, ഇതിൻ്റെയൊക്കെ എന്തോ വലിയ രോഗം വരാൻ പോവുകയാണോ, കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന തോന്നലുകൾ, ആ ആകുലതകൾ നമുക്ക് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും ഓർമ്മക്കുറവും. പലപ്പോഴും നമ്മളിങ്ങനെ ഒത്തിരി ചിന്തകളുമായിട്ട് കിടക്കും. ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ആ അധ്വാനത്തിൻ്റെ ഫലം കാണുന്നില്ല, ഞാൻ ഒത്തിരി പ്രയത്നിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് മറ്റവനെ പോലെ വളരാൻ പറ്റാതെ പോകുന്നു എന്നൊക്കെയുള്ള ആകുലതയും ചിന്തകളും കൊണ്ട് നമ്മുടെ ഉറക്കത്തേക്ക് എടുത്തിയേക്കാം. അങ്ങനെ ഉറക്കത്തേക്ക് എടുത്തുമ്പോൾ ആ ഉറക്കത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശാന്തമായി ഉറങ്ങുക. ആ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച ബ്രഹ്മി അരച്ച് ഒരു 250 ഗ്രാം അരച്ച് 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ തിളപ്പിച്ച് തണിയിച്ച് അത് തലയിൽ തേച്ച് കുളിക്കുന്നത് നല്ലത്. ആദ്യ മധ്യ അന്ത്യ പാകങ്ങളുണ്ട്. ആദ്യ ഭാഗം നമ്മൾ ഒന്ന് തിളച്ചാൽ മതി. മധ്യഭാഗം ചെളിപ്പരുവമായാൽ മതി. 50 വയസ്സിൽ താഴെ, അതിൽ മുകളിലേക്ക് വരുന്ന പ്രായത്തിൽ വരുന്നവർക്ക് മണൽപ്പരുവം, നന്നായിട്ട് മുരുമുരുന്നാവുക. ആ രീതിയിൽ നമ്മൾ തിളച്ച് തണിയിപ്പിച്ചിട്ട് ആ എണ്ണ തലയിൽ തേച്ച് കുളിക്കാനായിട്ട് നമുക്ക് ചെയ്യാം. അതും നമുക്ക് ഉറക്കത്തെ പ്രദാനം ചെയ്യും. ഓർമ്മക്കുറവിനെ പ്രദാനം ചെയ്യാനായിട്ടാണ് നല്ല പച്ച ബ്രഹ്മി, ഒരു 5 കിലോ ബ്രഹ്മിക്ക് 5 കിലോ വെല്ലം വേണം. വെല്ലം, ശർക്കര. ആ 5 കിലോ ബ്രഹ്മി നന്നായി കഴുകി വെള്ളം വാർത്ത് കളഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു 3 ഇഞ്ച് കനത്തിൽ ഒരു ലെയർ. നല്ല പ്ലാസ്റ്റിക് ബക്കറ്റ് മതി. കളർ ബക്കറ്റ് അല്ല, ഗ്ലാസ് ടൈപ്പ് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം കിടക്കണം, പ്രകാശത്തെ കാണണം, ആ രീതിയിലുള്ള ബക്കറ്റായിരിക്കണം. കളർ ബക്കറ്റുകളൊന്നും പാടില്ലേ. അതിലൊരു 3 ഇഞ്ച് കനത്തിൽ വിരിക്കുക. അതിൻ്റെ മേളിൽ അത് കാണാത്ത രീതിയിൽ വെല്ലം പൊടിച്ചിടുക. വീണ്ടും 3 ഇഞ്ച് ഇടുക, വെല്ലം പൊടിച്ചിടുക. അങ്ങനെ ലെയറുകളാക്കി മൂടി കെട്ടി വയ്ക്കുക. 41 ദിവസം കലണ്ടറിൽ നോട്ട് ചെയ്യുക. 41 ദിവസം കഴിയുമ്പോൾ അത് നല്ലൊരു തോർത്ത്, പുതിയ തോർത്തിലേക്ക് വാരി പിഴിഞ്ഞെടുത്താൽ നല്ല ബ്രഹ്മി വൈനായി. വെള്ളമൊന്നും ചേർക്കരുതേ, തേനോ ഒന്നും ചേർക്കരുത്. നല്ല ബ്രഹ്മി വൈനായി. ആ ബ്രഹ്മി വൈൻ കുഞ്ഞുകുട്ടികൾക്കാണെങ്കിൽ ഒരു 10 താഴെ വയസ്സുള്ളതാണെങ്കിൽ 10 മില്ലി വെച്ച് കൊടുക്കാം. 5 താഴെയാണെങ്കിൽ നമുക്കൊരു 5 മില്ലി വെച്ച് കൊടുത്താൽ മതി. 10 മുകളിലേക്കാണെങ്കിൽ 15 മില്ലി കൊടുക്കാം. ഒരു 30 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് മുകളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 20 25 മില്ലി വെച്ച് ദിവസം 2 നേരം കഴിക്കാം. നമുക്കൊരു 5 കിലോ ഇട്ട 2-3 ലിറ്റർ കിട്ടും, നല്ല ബ്രഹ്മി കിട്ടും. ഒരിക്കലും ഇതൊന്നും കടയിൽ പോയി വാങ്ങരുത്. അത് നമ്മൾ സ്വന്തം ഉണ്ടാക്കി പരിശീലിക്കാനായിട്ട് നമുക്ക് കരുതണം. അങ്ങനെ പരിശീലിച്ച് വേണം നമ്മളതിനെ നമ്മൾ ഉപയോഗിക്കാൻ, കഴിക്കാൻ. പിന്നെ ഈ ബ്രഹ്മി ആയിക്കഴിയുമ്പോൾ പിന്നെ അവൻ വളരെ മോശക്കാരനാണ്. നന്നായിട്ട് കുലുക്കിയാൽ പതഞ്ഞ് പൊന്തിപ്പോകും, ഇതിനകത്ത് എയർ തിങ്ങും. അപ്പോൾ നമ്മൾ ഭരണിയിലോ ബോട്ടിലിലോ വെക്കുകയാണെങ്കിൽ ഒരു പിരി ലൂസാക്കി ഇടണം. അല്ലെങ്കിൽ നമ്മൾ അടച്ച് ടൈറ്റാക്കി വെച്ചാൽ ചെല്ലുകുപ്പിയാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് പൊട്ടിത്തെറിക്കും. കുപ്പിയിൽ നിന്ന് നമ്മൾ പകരുമ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ കുലുക്കി ഇളക്കി എടുക്കരുത്, അപ്പോൾ പതഞ്ഞ് പൊന്തും. ബീറിനേക്കാൾ ഭയങ്കര സ്ട്രോങ് ആയി മാറും. ഈ ബ്രഹ്മി കുറവിനെ പരിഹരിക്കും, ഓർമ്മയെ ഉണർത്തും. അത് നല്ലതാണ്. അൽഷിമേഴ്സ്, ഓർമ്മക്കുറവ്, പാർക്കിൻസൺസ് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തമാക്കുക, അങ്ങനെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കുക, നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനുമുള്ള നല്ല മനോഭാവം ഉണ്ടാവുക, വയറ് അധിക ഭക്ഷണം മിതഭോജനമാകുക. ഒരു 100 ഗ്രാം ചോറ് ഒരു ദിവസത്തേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നല്ല ചിന്തകളിലൂടെ നമുക്ക് ഓരോ ദിവസവും കടന്നു പോകാം. അങ്ങനെ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കുക. ജീവിതത്തിന് ഒരു ടൈം ടേബിൾ ചിട്ടപ്പെടുത്തുക, ഭക്ഷണത്തിന് ഒരു ടൈം ടേബിൾ ചിട്ടപ്പെടുത്തുക. അങ്ങനെ നല്ല ആരോഗ്യമുള്ള, നല്ല മനസ്സും വിശുദ്ധിയുള്ള ഒരു മനസ്സുമായി
നമുക്കെന്നും ജീവിക്കാം. നന്ദി, നമസ്കാരം.